എവിടേക്കാ 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 പോണ്? ഞാൻ ഒന്നുമില്ല, ഞാൻ KSEB വരെ ഒന്ന് പോണം. എന്നാ കേറ്. അവിടേക്കാണോ? ഞാനാ വിളിക്കാ. ആണോ? കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്. കുറച്ച് ദിവസമായി. വാ. $6500 ഉണ്ട്. നേരത്തെ പെട്രോൾ അടിക്കാൻ വന്ന പൈസ തരാണ്ട് പോയി. 500 പോയി. എല്ലാ ആഴ്ച ഒരു 500 പോവും. എന്റെ കൈമന്ന് പോവും. CCTV ഓൺ ആക്കേണ്ടി വരും. എന്ത് ചെയ്യും? ഇതിങ്ങനെ ഓരോ ദിവസം കൂടി കൂടി വരികന്നല്ലാണ്ടേ കൊറേണ പരിപാടിയൊന്നുമില്ല. കാർഡ് എടുക്കൂല. കാർഡ് എടുക്കൂല. നെറ്റില്ല. നെറ്റില്ലാന്നോ? അല്ല, കാർഡ് എടുക്കൂലെന്ന് പറഞ്ഞ കാർഡേ ഉള്ളൂ, നെറ്റില്ല. എന്ത് പറ നെറ്റില്ലെന്ന് പറഞ്ഞ വേറെ പൈസ ഇല്ല. എടുക്കൂല, ഇത് എടുക്കൂല. പൈസ അഡ്ജസ്റ്റ് ആക്കിത്താ. നേരത്തുണ്ടോ? പൈസ ഉണ്ടാ? പൈസ ഉണ്ടാ? അയ്യോ, പൈസ ഇല്ല. പൈസ ATM പോയിട്ട് എടുത്തിട്ട് വേണം. എന്റെ ഒറ്റ പൈസ ഇല്ലാന്നേ. 100 റുപ്യ. ATM പോയി എടുത്തിട്ട് പൈസ ഇല്ല. പക്ഷേ പൈസ ഉണ്ടെങ്കിൽ തരില്ലേ? പൈസ ഇല്ല. കാർഡ് ഉള്ളപ്പോ പൈസ ആവശ്യമില്ല. ഇപ്പൊ എല്ലായിടത്തും കാർഡ് എടുക്കും. അത് കുറച്ച് കാര്യം. നമ്മളെന്ത് ചെയ്യണ്ടേ? നെറ്റിലാണ്ട് പൈസ കിട്ടണ്ടേ? എന്നൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോയിട്ട് എടുത്തിട്ട് തരാം. പൈസ കേട്ടോ. വണ്ടിയുടെ വെച്ചേ. വണ്ടിയുടെ വെച്ചിട്ട് പോയിട്ട് വാ. പൈസ എടുക്കണ്ടേ? അതെ, അതിന്റെ പൈസ എടുത്തിട്ട് വാ. വണ്ടിയുടെ വെച്ചേ. അതെന്താ നമ്മളെന്റെ വിശ്വാസം ഇല്ലാണ്ടോ? ഇല്ല. അങ്ങനെ കൊറേ ആള് പറ്റിച്ചു പോയിട്ടുണ്ട്. എന്റെ മോനെ, ഞാനേ എക്സ് മിലിറ്ററിയാ. എന്റെ അച്ഛനും എക്സ് മിലിറ്ററി ആണ്. ഇതിനാട്ടും വലിയ മീശ. ഞാൻ പൈസ എടുത്തിട്ട് വരാവാ. വണ്ടി അവിടെ വണ്ടി സൈഡാക്കി വെച്ചേ. 100 റുപ്യ കയ്യിൽ വെക്കാറ് നാണവുമാനില്ലാതെ. എന്ത് ടീം ഇത്? 10 റുപ്യ മാന്യം പറ വരും. ആടെ വെച്ചേ. നടന്നിട്ട് പോയിട്ട് വാ. എത്ര സമയമായി കയറിയായിരുന്നു. ഇടയിലാ കയറി. ഒരു പൈസ കിട്ടൂല ആവശ്യത്തിന്. വല്ലാത്ത ബുദ്ധിമുട്ടന്നെ. 5-6 ATM കയറി ഇറങ്ങി ഒരു നയാ പൈസ കിട്ടണ്ടേ? പൈസ ഇല്ലേ? ഇല്ലാന്നേ. അയ്യോ, ഞങ്ങൾക്കും പൈസ വേണല്ലോ. നെറ്റില്ല. അല്ല, അപ്പൊ ഈ ATM പൈസ എടുക്കാൻ നെറ്റ് വേണോ? നെറ്റ് വേണം. പിന്നെ അതെയോ? ഇപ്പൊ എന്ത് ചെയ്യും? വണ്ടി അവിടെ ഇരിക്കാണല്ലോ. എന്തൊരു കഷ്ടം. ഇവന്മാര് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എത്രയാ വാങ്ങി വെക്കുന്നത് വല്ല കണക്കുണ്ടാ? മാസം ഭാര്യക്ക് നെറ്റ്, മകന് നെറ്റ്, എനിക്ക് നെറ്റ്. അതെ, ഇത് പോയി ചോദിച്ചെന്താ കുഴപ്പം നമുക്ക്? നീ വണ്ടി എടുത്തേണ്ടേ? വണ്ടി ഇരിക്കുന്നത് പെട്രോൾ പമ്പിലല്ലേ? അത് പെട്രോൾ. എന്നാ പിന്നെ ഓട്ടോറിക്ഷ എടുക്കുക. ഓട്ടോറിക്ഷ കാശ് എവിടെ കൊടുക്കാൻ? ഒരു പൈസ ഇല്ല കൈമ. ഒന്നും എടുക്കാണ്ട് പോന്നേ. കാർഡ് ഉണ്ടല്ലോ ഒരു 100 റുപ്യ എന്റെ അടുത്തൊരു പൈസ ഞാൻ കാശ് എടുത്തിട്ടില്ല. എന്നാ വാ, നമുക്ക് പോയി നോക്കാം. നോക്ക് പോയിട്ട്. ഇവിടെ ഇത് ഈ രതി നിർഭേദം. സിനിമാറ്റിക് ഡാൻസ്. ഈ സിനിമാറ്റിക് അങ്ങനെ പേരില്ലല്ലോ. ഈ നൃത്ത ഈ നടൻ ഈ ഡാൻസ് ഈ ഇങ്ങനെ
തിരമാല. ആ ഓളം. ഈ ഓളങ്ങളിൽ സിനിമയിലല്ലോ, ഓളങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഈ പുഴയും കടന്ന് എത്ര നേരം ഞാൻ കാണിച്ചിരുന്നു. റിട്ടയർഡ് ആവാനായിക്കണം, അതാണെങ്കിൽ മനസ്സിലാവത്ത. വരി എന്താ പ്രശ്നം? അല്ല എന്തത്? അതെ, ഇത് മറ്റേ GSLന്റെ ഓഫീസ്. അതെ, GSLന്റെ ഓഫീസാണ്. ഞങ്ങളൊരു കംപ്ലൈന്റ് പറയാൻ വേണ്ടി വന്നതാണ്. ആ പറഞ്ഞോളി. നെറ്റ് ഇല്ലല്ലോ. നെറ്റില്ലേ? നെറ്റില്ല. അല്ല നെറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്തിനാ നിങ്ങൾ ചിരിച്ചത്? ചിരിക്കണ്ട പിന്നെ എന്താക്കും, ഇവിടെ ഇല്ല നെറ്റ്. അല്ല അത് ഇത്ര വലിയ തമാശയാണോ നെറ്റില്ല? തമാശയായിട്ട് തോന്നിയില്ല. അല്ല, ഒരു കംപ്ലൈന്റ് പറയുന്നതിന് നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത് എന്തിനാണ്? ചിരിക്കണ്ട, നമ്മളെന്താക്കും. അതെ, ഇവിടെ മാത്രല്ല ഒരു കമ്പനിയിലും ഇല്ല നെറ്റ്. അല്ല സാറ് ഞങ്ങളെ കളിയാക്കണോ? അല്ല കളിയാക്കിലുള്ള കാര്യം പറഞ്ഞതാ. ശരി, ഇത് എപ്പോഴാ വരിക? അത് പടച്ചമ്പുരാന് മാത്രമേ അറിയുള്ളൂ. വന്നാ വന്ന് പോയാ പോയി. മനുഷ്യന്റെ കാര്യത്തിൽ തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ല, പിന്നെ നെറ്റിന്റെ കാര്യത്തിൽ. പൊന്ന് സാറേ, നെറ്റ് ഇല്ലാത്തോണ്ട് ഒരു കാര്യവും നടക്കണില്ല. ഞങ്ങൾക്ക് ഓൺലൈനിൽ ബില്ലടയ്ക്കാൻ പറ്റണില്ല. പമ്പ് പോയി കഴിഞ്ഞിട്ട് കാർഡ് അടച്ചിട്ട് പൈസ കൊടുക്കാൻ പറ്റണില്ല. പിന്നെ ATM പൈസ എടുക്കാൻ പറ്റണില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്റെ സുഹൃത്തെ, ഞമ്മക്കൊക്കെ എന്നാണ് ഈ നെറ്റ് ഉണ്ടായത്? അല്ല, നിങ്ങളൊക്കെ പെറ്റിട്ടത് നെറ്റിലേക്കാ? ഞാൻ പറയണ കേക്കിങ്ങള്. ഈ നെറ്റ് ഇല്ലാത്ത കാലത്തും നമ്മൾ ജീവിച്ചിട്ടില്ല മനുഷ്യര് സുഖമായിട്ട്. അതുപോലെ ഒന്ന് ജീവിച്ചു നോക്കി. അങ്ങനെ ഒരു സന്ദർഭം ഇപ്പൊ പഠിച്ചോണ്ടാക്കി തന്നാ അപ്പൊ നമ്മളത് ആസ്വദിച്ച് ജീവിക്കാം. സാറ് പറഞ്ഞ പോലെ ജീവിതം ആസ്വദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷെ ഞങ്ങൾ മാസം മാസം കാശ് അടയ്ക്കണ്ടല്ലോ. അപ്പൊ അതിനുള്ളൊരു സേവനം ഞങ്ങൾക്ക് കിട്ടണ്ടേ? ഞങ്ങളെന്താ പൊട്ടന്മാരാ? ഇതിവിടെ ഉണ്ടെങ്കിൽ തരൂലേ? ഇതിപ്പോ GSL മാത്രമല്ല, എല്ലാ ഇന്റർനെറ്റ് സേവന ദാതാക്കളും നെറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോ. എന്റെ പൊന്ന് സാറേ, ഒരു കുടുംബത്തില് നെറ്റ് കണക്ഷൻ ഇല്ലാത്ത ആളുകളില്ല. അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, എത്ര മക്കളുണ്ടോ അത്രയും മക്കള്, ഇവർക്കൊക്കെ നെറ്റ് കണക്ഷൻ ഉണ്ട്. ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങൾ പൈസ വാങ്ങിക്കുമ്പോ അതിന് മതിയായിട്ടുള്ള സർവീസ് നിങ്ങൾക്ക് ചെയ്തു തന്ന എന്താ കുഴപ്പം? അയ്യോ കഷ്ടം കിട്ടാ സാറേ. വീട്ടിലെല്ലാവർക്കും നെറ്റ് കണക്ഷൻ ഉണ്ട്. അല്ല, അപ്പൊ ആരും പരസ്പരം സംസാരിക്കാറൊന്നുമില്ല. എന്റെ സാർമാരെ ജീവിതം വേസ്റ്റ് ആയിട്ടോ. നെറ്റ് ഇല്ലെങ്കിലാണ് എല്ലാവർക്കും പരസ്പരം സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ വന്ന വഴിക്ക് നെറ്റ് ഇല്ല. ഞാൻ സാറെ കണ്ടതും ഒരുപാട് നേരം ഞങ്ങൾ കുടുംബകാര്യങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ദംസറാക്ക് നല്ല രസമുണ്ട്. ഇതിപ്പോ നെറ്റ് ഉണ്ടായിരുന്നെങ്കിലോ വന്ന വഴിക്ക് ഞാൻ എന്റെ ഫോൺ എടുത്തിട്ട് ഫേസ്ബുക്കും വാട്സപ്പും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. സാർ അവിടെയും കുത്തിക്കൊണ്ടിരിക്കും. പരസ്പരം മുണ്ടുമില്ല, ഒരു ബന്ധം ഉണ്ടാകും. അല്ല നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വരുന്നത്? നെറ്റ് ഉപയോഗിക്കേണ്ടെന്നാണോ? അല്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങളിപ്പോ ഈ മിനിറ്റിന് ഓരോ പരസ്യം വിടുണ്ടല്ലോ, അത് ഉപയോഗിക്കൂ ഇത് ഉപയോഗിക്കൂ ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങളിപ്പോ ഇത് പറയാൻ വേണ്ടിട്ട് വന്നല്ല. ഒരു കാര്യം ഞങ്ങൾ പറയാം. നിങ്ങൾ നെറ്റ് ഉപയോഗിക്കാതിരിക്കുക, കളിക്കുക, ചിരിക്കുക, എന്താണെങ്കിൽ ചെയ്തോ. ഞങ്ങൾക്ക് ഒന്നും കൂടി ശരിയാക്കിയതാ. പെട്രോൾ പമ്പിലെ വണ്ടി ഇരിക്കണ 10 പൈസ കയ്യിലില്ല. അതിനിത് എപ്പ വരുന്ന ആരോടെ ചോദിക്കണത്? വന്ന് അത്രേ ഉള്ളൂ. തോന്നിയാസം കാണിക്കരുത്. തോന്നിയാസം കാണിക്കരുത്. എനിക്ക് വിറച്ചിട്ട് നിൽക്കാൻ വയ്യ കേട്ടാ. എന്താ പനിയുണ്ടാ? ഇന്റർനെറ്റ് ഇല്ലാതെ ഞാൻ എങ്ങനെ നിൽക്കും? നിങ്ങൾ നെറ്റ് കണക്ഷൻ തരാൻ പറ്റൂല്ലേ? ഇപ്പൊ അറിയണം. വിറയിലല്ലേ പ്രശ്നം? ആ കൈ വിട്ടാട്ടി. അവസ്മാരം വരുമ്പോ നമ്മളൊക്കെ താക്കോല കൊടുക്കില്ല. ഈ താക്കോലുണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. സാർമാരെ, നിങ്ങളെ തമാശ കാണാനല്ല ഞാൻ വന്നത്. ഇന്ന് കാലത്തെ ഞാൻ വാട്സാപ്പിൽ ഗുഡ് മോർണിംഗ് വിടാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഫേസ്ബുക്കിൽ വിട്ടിട്ടില്ല. എൻ്റെ എത്ര സുഹൃത്തുക്കളാണ് എൻ്റെ ഇത് ഗുഡ് മോർണിംഗ് കാത്തിരിക്കുന്നത്. ഇവർക്കൊന്നും ഇത് അല്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ കളിക്കാതെ നെറ്റ് കണക്ഷൻ സുഹൃത്തെ, നെറ്റ് ഇവിടെ കട്ടായി കിടക്കുകയാണ്. അതാണ് പരിപാടി പറയുന്നത്. ഇന്റർനെറ്റ് ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. ഇതിപ്പോ നിങ്ങൾ ഉള്ള സാധനം തന്നെ കറക്റ്റ് അല്ല. കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയ്ക്ക് 100 തവണയാണ് ഇന്റർനെറ്റ് കട്ടാക്കിക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട്. ഇതിപ്പോ അഭിപ്രായ സ്വാതന്ത്ര്യം, അറിവ് നേടാനുള്ള അവകാശം, സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശ ലംഘനം, ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് നെറ്റ് താ. ശീതളേട്ടാ, ഇന്റർനെറ്റ് ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റൂല. എന്റെ മന്മത, എനിക്ക് നെറ്റായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് ഞാൻ. ശീതള, ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് നെറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ഓരോ വ്യക്തികളെയും ഇന്റർനെറ്റ് കൊണ്ട് ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുകയാണ്. നെറ്റ് ഇല്ലെങ്കിൽ ഇളകാൻ പറ്റില്ല. സത്യം. പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ കാണാം, ആസ്വദിക്കാം. മറിമായം.